നീലലോഹിതദാസ് നാടാരെ വെറുതെ വിട്ട ഹൈക്കോടതി. പ്രകൃതി ശ്രീവാസ്തവ കേസിലാണ് കോടതി വെറുതെ വിട്ടത്. 1999 ഫെബ്രുവരി 27-ന് നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. മജിസ്ട്രേറ്റ് കോടതിയും കീഴ്ക്കോടതിയും ശിക്ഷിച്ച കേസിലാണ് ഹൈക്കോടതി അപ്പീൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ആദ്യം 6 മാസമായിരുന്നു ശിക്ഷ, അത് 3 മാസമാക്കി പിന്നീട് ചുരുക്കിയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും വെറുതെ വിടുകയാണോ നാടാരെ? ആര്യ, നീലലോഹിതദാസ് നാടാർക്ക് ഹൈക്കോടതിയിൽ നിന്നൊരു ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നു. നീലലോഹിതദാസ് നാടാരെ കുറ്റവിമുക്തനാക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. 26 വർഷം പഴക്കമുള്ളൊരു കേസാണ്. ഇ കെ നയനാർ മന്ത്രിസഭയിൽ വനമന്ത്രിയായിരുന്നു അന്ന് നീലലോഹിതദാസൻ നാടാർ. അന്നാണ് 1999 ഫെബ്രുവരി 27 നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രകൃതി ശ്രീവാസ്തവയോട് അപമര്യാദയായി പെരുമാറിയെന്നതാണ് കേസ്. ആ കേസിൽ പിന്നീട് നീലലോഹിതദാസൻ നാടാർക്ക് ദീർഘകാലം നിയമ നടപടികൾ നേരിടേണ്ടി വന്നു. മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും നീലലോഹിതദാസൻ നാടാർ കുറ്റക്കാരനാണ് എന്നാണ് കണ്ടെത്തിയത്. ആ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി മറിച്ചെഴുതിയിരിക്കുന്നത്. അതായത് നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് കോടതി ഇതിൽ എന്തുകൊണ്ട് തെളിവുകളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അതായത് ആ തെളിവുകളെ തിരസ്കരിച്ചു എന്നത് വ്യക്തമാകുകയുള്ളൂ. അത് അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി വെബ്സൈറ്റിൽ ആ ഉത്തരവിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് വരാം. എന്തായാലും നീലലോഹിതദാസ് നാടാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ കേരളം ഏറെക്കാലം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ 99 കാലഘട്ടത്തിൽ രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു അന്നത്തെ മന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നായിരുന്നു നീലലോഹിതദാസ് നാടാർക്കെതിരായ ആരോപണം. അതിലാണ് ഇപ്പോൾ 26 വർഷത്തിന് ശേഷം ഹൈക്കോടതി ആ പ്രതിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്.